കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കളക്ടറേറ്റ് മുമ്പിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം 6 ഗഡു അനുവദിക്കുക, ജീവനാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക, ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക, മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പെൻഷൻ എന്നത് അവകാശമാണ്, ഔദാര്യമല്ല എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ വിരമിച്ച ജീവനക്കാരെ തടയുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. ഈ ADGP ഒപ്പിടാതെ ഈ കീഴുദ്യോഗസ്ഥന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മുന്നിലോട്ട് പോകുമോ? അപ്പൊ അവരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണമെന്ന ദൃഢത. ഇത് കുഴപ്പമാണ്, ഇത് കണ്ടതുകൊണ്ട് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ വളഞ്ഞ വഴി വേണ്ട. ഓർഡർലിയോട് പറഞ്ഞാൽ അവൻ എഴുതി തരുന്നു, അത് വെച്ച് ഈ കാര്യം സെറ്റിൽ ചെയ്താൽ പോരെ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന്റെ മേളിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. എപ്പോഴിത് മുഴുവൻ പൊട്ടോ എന്നറിയില്ല. പൊട്ടിയാൽ തിരക്ക് മുഴുവൻ തിരക്കണം. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സംസ്ഥാനത്ത് ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ അന്തരീക്ഷം ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പോവുകയാണ്. KSSPA കോട്ടയം ജില്ലാ പ്രസിഡന്റ് PK മണിലാൽ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മന്ത്രി KC ജോസഫ്, DCC വൈസ് പ്രസിഡന്റ് G ഗോപകുമാർ, സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS സലീം, ജില്ലാ സെക്രട്ടറി PJ ആന്റണി, സംസ്ഥാന സെക്രട്ടറി അംഗം KD പ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ EN ഹർഷകുമാർ, B മോഹനേന്ദ്രൻ, ഗിരിജ ജോജി, MK ശ്രീരാമേന്ദ്രൻ, PV സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.